നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. എന്റെ മോളിപ്പോ സുന്ദരിയായിട്ടുണ്ട്. വാ മോളെ. ഞാൻ പറയുന്നത് മോള് ശ്രദ്ധിച്ച് കേൾക്കണം. മോള് വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമായിരിക്കില്ല ആ വീട്ടിലെ താമസം. ആ വീടും സ്ഥലവും എല്ലാം നിനക്കും കൂടി അവകാശപ്പെട്ടതാ. നിന്റെ അനുവാദം ഇല്ലാതെ അതാർക്കും വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ പറ്റില്ല. നിന്നെ എന്റെ അടുത്ത് നിന്ന് അകറ്റുന്ന മഹാ അപരാധം ചെയ്യുമ്പോ എന്റെ അച്ഛൻ ചെയ്തു വെച്ച ഒരേ ഒരു നല്ല കാര്യം അതാണ്. ആ വീടിലും സ്വത്തിലുമാണ് അവിടെയുള്ളവരുടെ നോട്ടം. അവരത് എടുത്തോട്ടെ. മോളെ, പറയാൻ എളുപ്പാ, അതോടെ നീ വഴിയാധാരാവൂ. ഇത്രയും കാലം എങ്ങനെയാ ജീവിച്ചെന്നറിയാത്ത എനിക്ക് ഇനി എന്തിനാ അതിനെക്കുറിച്ച് പേടി? ഇത്ര കാലത്തെയും പോലെ അല്ല. ഇപ്പൊ മോക്കൊരു വിലാസമുണ്ട്, സ്വത്തുക്കളുണ്ട്. അതുകൊണ്ട് തന്നെ ജീവൻ വരെ അപകടത്തിലാകാനുള്ള സാധ്യതയുണ്ട്. അമ്മയ്ക്ക് അമ്മയുടെ മക്കളെ അത്രയ്ക്ക് വിശ്വാസമില്ലേ? എന്റെ മക്കളായി ജന്മമെടുത്ത പിശാചുക്കളാ അവര്. ചെറുപ്പം മുതലേ അങ്ങനെ വളർന്നതുകൊണ്ടാവാം. ആരും നോക്കാനില്ലാത്തതുകൊണ്ടും അവരങ്ങനെ ആയിപ്പോയതായിക്കൂടെ അമ്മേ? അല്ല മോളെ, ചില സ്വഭാവവും മാറ്റാൻ പറ്റില്ല. എന്നാ നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കിയാലോ? പരസ്പരമുള്ള വൈരാഗ്യവും ദേഷ്യവും ഒക്കെ മറന്ന് അച്ഛനും അമ്മയും രണ്ടു മക്കളും എല്ലാവരും ഒന്നിച്ച് ജീവിക്കുന്നതിനെ പറ്റി അമ്മ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്കിപ്പോ നിന്റെ കൂടെ ജീവിക്കുന്നതിനെ പറ്റി മാത്രം ആലോചിച്ചാൽ മതി. എല്ലാവരും ഒന്നിച്ച് സന്തോഷമായി ജീവിക്കുന്നതിനെ പറ്റി നമുക്കൊന്ന് ആലോചിച്ച് നോക്കാമെന്നേ. എന്റെ മക്കള് പാഴ, അവര് നേരെയാക്കാൻ പറ്റില്ല. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. അഥവാ അതിന് ശ്രമിച്ചാലും അവരെ തന്ത ശകുനിയുണ്ടല്ലോ, അയാള് സമ്മതിക്കില്ല. മനുഷ്യരോട് മുൻധാരണ വെച്ച് ഇടപെടാതിരുന്ന അതൊരു പക്ഷെ നടന്നാലോ? നിനക്കെങ്ങനെ ഇത്ര നല്ല മനസ്സുണ്ടായി മോളെ? അമ്മയല്ലേ പറഞ്ഞേ ഞാൻ അമ്മയുടെ മോളാണെന്ന്. അമ്മയുടെയും ഒരു പക്ഷെ എന്റെ അച്ഛന്റെയും ഗുണമാണെങ്കിലോ? എന്താ അമ്മ? നീ പറഞ്ഞത് ശരിയാ. നിന്റെ അച്ഛൻ ആരെയും വെറുക്കാൻ ശീലിക്കാത്ത ഒരാളായിരുന്നു. പക്ഷെ ആ അധ്യായം പണ്ടേ ഞാൻ അവസാനിപ്പിച്ചതാ. മക്കളും ബന്ധുക്കളും ഒക്കെ ആയി കഴിയുന്ന ആ ജീവിതത്തിലേക്ക് അമ്മ ഒരിക്കലും തിരിച്ചു പോയിട്ടില്ല. വേണ്ട, അവരെല്ലാം അവരവരുടെ ജീവിതം നയിച്ചോട്ടെ. നമുക്ക് നമ്മുടെ ചെറിയ ജീവിതം ജീവിക്കാം. അതെങ്ങനെ നേരാക്കാൻ നോക്കാം, പോരെ? എന്നാമ വാ. എന്താ മധു? സൂര്യപ്രഭയിലേക്ക് നന്ദേട്ടനും അരുണിമ ചേച്ചിയും ഒരുമിച്ച് പോയിന്നല്ലേ പറഞ്ഞേ? അങ്ങനെയാ മാധുരി പറഞ്ഞത്. എന്നിട്ട് നന്ദേട്ടൻ എവിടെ പോയി? നീ നന്ദനും ഒരുമിച്ചല്ലേ പോയത്? അതേമ്മേ, നന്ദേട്ടൻ എന്നെ കവലയിൽ ഇറക്കി ഒരു ഫ്രണ്ടിനെ കാണാനായിട്ട് പോയി. ചേച്ചി, ചേച്ചി എന്താ പെട്ടെന്ന് ആരോടും പറയാതെ സൂര്യപ്രഭയെ പോയത്? ഒന്ന് രണ്ട് ദിവസമായി എന്റെ മനസ്സിന് തീരെ സുഖമില്ല മധു. എന്തു പറ്റി മോളെ? അമ്മയ്ക്കറിയാലോ ഞാനും പൂജമോളും തമ്മിൽ എന്ത് ബന്ധമായിരുന്നു എന്ന്.
ഈ വീട്ടിലേക്ക് തിരിച്ചെത്താനും നിങ്ങളെയൊക്കെ എനിക്ക് തിരിച്ചു കിട്ടാനും ഒരു കാരണം എന്റെ മോളാ. പക്ഷേ ആ മോളിപ്പോ എനിക്ക് നഷ്ടമായി തുടങ്ങിയെന്നൊരു തോന്നല്. എന്താ മോളെ നിനക്ക് അങ്ങനെ തോന്നാൻ? അമ്മയ്ക്കിപ്പൊ മനസ്സിലായില്ലേ? നമുക്കൊക്കെ തോന്നുന്നത് തന്നെയാ അരുണിമ ചേച്ചിക്കും തോന്നുന്നതെന്ന്. പൂജയുടെ സ്വഭാവത്തില് കാര്യമായ മാറ്റം ഉണ്ടെന്ന് എനിക്ക് മാത്രമല്ല, അവളെ പ്രസവിച്ച അരുണിമ ചേച്ചിക്ക് വരെ തോന്നി. എന്നിട്ടും അമ്മയ്ക്ക് നേരം വെളുത്തിട്ടില്ല. ഒന്നും മിണ്ടാതിരിക്കും അതു. അവൾ ഇനി അത് കേട്ടോണ്ട് വരണ്ട. അതെ, നമ്മൾ മാറി നിന്ന് അവളെ കുറ്റം പറയാൻ തോന്നിയ പിന്നെ അത് മതി. നീ പറയറിണിമേ, നിനക്ക് അവളെ കുറിച്ച് അങ്ങനെ തോന്നാൻ കാരണം എന്തുവാ? നിന്നോട് അവൾ എന്തെങ്കിലും പറയോ പെരുമാറിയോ എന്തെങ്കിലും ഉണ്ടായോ? അങ്ങനെയൊന്നും ഉണ്ടായില്ലമ്മേ. പക്ഷേ അവൾ എന്നോട് പഴയ അടുപ്പം കാണിക്കുന്നില്ല എന്ന് എനിക്കൊരു തോന്നല്. അമ്മേ, അന്ന് നമ്മൾ അവളെയും കൊണ്ട് സൂര്യപ്രഭയിൽ പോയില്ലേ? അതിനുശേഷം ഞാൻ കാര്യമായിട്ട് അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഏത് സമയവും അവളുടെ മനസ്സ് മറ്റേതോ ലോകത്ത് കഴിയുന്നത് പോലെയാ എനിക്ക് തോന്നിയത്. അതിനെക്കുറിച്ച് സംസാരിക്കാനാ ഞാൻ സ്വാമിജിയെ കാണാൻ പോയത്. എന്നിട്ട് സ്വാമിജി എന്ത് പറഞ്ഞു ചേച്ചി? അത് എന്താ മോളെ, എന്താ സ്വാമി പറഞ്ഞത്? അവളുടെ ജാതകവും ഗ്രഹനിലയും ഒക്കെ പരിശോധിച്ചിട്ട് സ്വാമിജി ആകെ വല്ലാതായി. ഈ വീട്ടില് ഒരു മരണം വരെ സംഭവിക്കാൻ ഇടയുണ്ടെന്നാ സ്വാമിജി പറഞ്ഞത്. ഈശ്വര, അയ്യോ, എന്തൊക്കെയാ ചേച്ചി കേൾക്കുന്നേ? ഞാനും കേട്ടപ്പോ വല്ലാതെയായി. നന്ദേട്ടൻ പറയുന്നത് സ്വാമിജി സൂചിപ്പിച്ചത് ആ കമ്മീഷണറുടെ കാര്യമാണെന്നാ. അതും പൂജയുടെ സ്വഭാവം തമ്മിൽ എന്താ ചേച്ചി ബന്ധം? നമ്മുടെ പൂജമോളുടെ മനസ്സ് പോലും ചിലപ്പോ അയാളുടെ നിയന്ത്രണത്തിലാവൂന്നാ. അങ്ങനെ വരട്ടെ, അപ്പൊ അതാണ് കാര്യം. ഇത് ഞാൻ പറഞ്ഞതല്ലേ അമ്മേ, അവളുടെ മനസ്സിൽ എന്തോ കാര്യമായ തകരാറുണ്ടെന്ന്. അപ്പൊ എന്നോട് തട്ടിക്കയറാനായിരുന്നല്ലോ നിങ്ങൾക്ക് തിടുക്കം. ആ കമ്മീഷണർ തന്നെ പൂജയ്ക്കെതിരെ എന്തെങ്കിലും ദുഷ്കർമ്മം ചെയ്തിരിക്കോ അമ്മേ? ആയിരിക്കും മാധുരി, അല്ലെങ്കിൽ അവൾ ഇങ്ങനൊന്നും പെരുമാറില്ല. അല്ല, അങ്ങനെ മനസ്സിനെയൊക്കെ മറ്റൊരാൾക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? സ്വാമിജി പറയുന്നത് അപകടത്തിൽപ്പെട്ടതിന് ശേഷം നമ്മുടെ അടുത്തേക്ക് വരുന്നതിനിടയിൽ പൂജമോൾക്ക് മാനസികമായി എന്തെങ്കിലും സംഭവിച്ചിരിക്കാം എന്നാണ്. മറ്റൊരാളുടെ മനസ്സ് പോലെയാണ് ചിലപ്പോ അവളുടെ മനസ്സ് പ്രവർത്തിക്കുന്നതെന്നാ. ആ, അപ്പൊ കാര്യങ്ങൾ വ്യക്തമായി മോളെ. അവളെ കൊണ്ട് ഈ വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാക്കാനുള്ള വഴി നോക്കുക ആ കമ്മീഷണർ. അതിന് പരിഹാരം എന്തെങ്കിലും? പൂജമോളെയും കൂട്ടി ഒരിക്കൽ കൂടി അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു. പോകാം, അവളെയും കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി അങ്ങോട്ട് പോകാം. മിസ്റ്റർ നന്ദഗോപൻ, എപ്പോഴാണ് കമ്മീഷണർ അവസാനമായി കണ്ടത്? അയാളുടെ വീട്ടിൽ വെച്ച്. ഞാൻ പറഞ്ഞില്ലേ, എന്റെ അഭ്യർത്ഥന അയാൾ കേട്ടേയില്ല. വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് അയാൾ കടന്നു പോകുന്നതെന്ന് എനിക്ക് തോന്നി. ശരിക്കും ഒരു സൈക്കോപാത്തിനെ പോലെ. അയാൾ തന്നെ സങ്കല്പിച്ചു വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അയാളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാത്തിനും ഉത്തരവാദി ഞാനും എന്റെ കുടുംബമാണെന്നുള്ള വിചിത്രവാദമാണ് അയാൾ ഉന്നയിക്കുന്നത്. ഇപ്പോ അയാൾ എവിടെയാണെന്ന് വല്ല അറിവുണ്ടോ? അതെന്താണ് അങ്ങനെ ചോദിച്ചത്? അല്ല, സസ്പെൻഷനിലായതുകൊണ്ട് ഓഫീസിൽ വരാറില്ല. വീട്ടിലെ ആളില്ലെന്ന് കേൾക്കുന്നു. ഫോണും സ്വിച്ച് ഓഫ് ആണ്. അല്ല, അന്വേഷിച്ച് കണ്ടുപിടിക്കണമെങ്കിൽ പോലീസിനല്ലേ എളുപ്പം? അതിന്റെ ആവശ്യം വന്നില്ല, അതാണ്. എന്നാൽ അയാൾക്കെതിരെ ഒരു പരാതി ഉണ്ടെങ്കിലോ? അന്വേഷിച്ച് കണ്ടെത്തിക്കൂടെ? അന്നത്തെ ആ കുത്തുകേസാണോ? അത് മാത്രമല്ല, എന്റെ മകളെയും മരുമകനെയും അയാൾ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പരാതി എഴുതി തന്നോളൂ. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യം ഉണ്ടാവും തോന്നുന്നില്ല. കാരണം നന്ദഗോപന് പണ്ട് സംഭവിച്ച അപകടവും ഇപ്പൊ അർജുന് സംഭവിച്ച അപകടവും അയാൾ കാരണമാണെന്ന് നമുക്കറിയാം. പക്ഷേ കോൺക്രീറ്റ് ആയ ഒരു തെളിവ് പോലും നമ്മുടെ കയ്യിലില്ല. അത് തന്നെ. കിരൺ, എന്റെ മകളുടെ മനസ്സിനെ കൂടിയാണ് അയാളിപ്പോ പന്താടിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ല. പൂജയുടെ മനോനിലയ്ക്ക് കാര്യമായിട്ട് എന്തോ തകരാറുണ്ട്.